കൂട്ടാ അങ്ങനെ ശമ്പളം കിട്ടിയില്ലോ? കിട്ടിയല്ലോ. പിന്നെ ഇവിടുത്തെ പറ്റി തീർക്കാത്തത്? കിട്ടിയത് ഡിപ്ലിക്കോസുകാരന് കൊടുത്തു. ഇനി ഇത്തിരി വെട്ടുമേല് വരാനുണ്ട്, അപ്പോഴും തരാവണ്ണ. എടാ നിന്റെ ഈ ഡിപ്ലിക്കോസ് അടി നിർത്തിയല്ലാതെ നീ ഗതി പിടിക്കത്തില്ലടാ. എന്നാ 2 ബോണ്ടാതാകുന്ന പിള്ളേ. ബാവാ ഇതാരാ? ഇത് നമ്മുടെ ഗോപാലിന്റെ ഉടപ്പിറന്നോളും കുഞ്ഞുവാ. ഗോപാലിന് സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ടോ? തന്തയും തള്ളയുടെ പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത്. ചിലർക്കൊക്കെ തന്തയും തള്ളയും കാണും, നിങ്ങൾക്കൊക്കെ ഇല്ലാത്തതായിരിക്കുമല്ലോ. ചേട്ടാ, അവൻ നമ്മക്കിട്ടൊരു വെപ്പ് വെച്ചിട്ടാണല്ലോ പോയത്. അവൻ വയ്ക്കുന്നവനാടാ. നീ ആ കൊച്ചിന്റെ മോന്തെ ശ്രദ്ധിച്ചോ? ഇല്ല. ബാവയുടെ തനി സ്വരൂപല്ലയോ? നേരോ? ആ, എന്നാലും നമ്മുടെ ജാതിക്കാരിച്ച ഒരു പെണ്ണ് ഇങ്ങനെ നശിച്ചു പോയല്ലോടാ. നീ എവിടെ പോയിരുന്നു? അവര് വീട്ടിൽ താൻ ഇറങ്ങിയതാ. വഴിക്ക് ഞാൻ കണ്ടു, കൂട്ടിക്കൊണ്ട് പോകുന്നു. നീ എന്താ പറയാതെ പോയത്? ഞാൻ വെറുതെ ഈ വീട്ടിൽ നിന്ന് ചേട്ടനെ വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? പാർട്ടി ബന്ധങ്ങൾ പോലെ കുടുംബ ബന്ധങ്ങളും വലുതാ, അതിനെ മറക്കരുത്. ചേട്ടാ, ഞാൻ നീ പോകണ്ട. വേഗം കാപ്പി കൊണ്ടുപാടി. ഇന്നെന്താ ഇത്ര ധൃതി? ഇങ്ങോട്ടാ പതിവില്ലാതെ അല്ല ക്യാമ്പിനും ആയിരിക്കും. ഞാൻ വർക്കിംഗ് സ്പോട്ടിലേക്കാ. വർക്കിംഗ് സ്പോട്ടിലേക്കോ? അതെന്താ പതിവില്ലാതെ? വർക്കിംഗ് സ്പോട്ടിലേക്ക് ഞാൻ പോകാതിരുന്നാ പറ്റുമോ? അവന്മാരുടെ ഭരണല്ലേ, വല്ലവനും വല്ലതും എഴുതി വെച്ചാൽ കുഴപ്പമാവും. നേരാ, നീർക്കോടി ഓടിച്ചാലോ അത്താഴം മുടങ്ങുമല്ലോ. ആട്ടെ, ബില്ലിന്റെ കാര്യം എന്തായി? എന്താകാനാ, ഇവന്റെയൊക്കെ പെറ്റീഷൻ കാരണമല്ലേ എന്റെ ബില്ല് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും തടയാൻ പറ്റില്ല ചേട്ടാ. ഞാനിവിടെ എഞ്ചിനീയർ ആയിരിക്കുകയാണെങ്കിൽ ഈ ബില്ല് പാസ്സാക്കി എടുക്കും. പാസ്സാക്കിയാലും ഇല്ലെങ്കിലും നമ്മുടെ നിലനിൽപ്പിന് ഈ ഗോപാലിനെ നിലയ്ക്ക് നിർത്തിയേ പറ്റൂ. ഒന്നുകിൽ പിണങ്ങി അല്ലെങ്കിൽ ഇണങ്ങി. ആ തെണ്ടി പരിശോധനയോട് ഇണങ്ങാനോ? സാറിനത് പറയാം, അവരുടെ കയ്യിലാ ഭരണം. അതുകൊണ്ട് ഗോപാലിനെ പാക്കറ്റിലാക്കുന്ന ആ ബുദ്ധി. ഈ അഭിപ്രായം സ്വന്തമോ അതോ വീട്ടുകാരിയുടേതോ? ആ, വീട്ടുകാരിയുടെ ആണെന്ന് വെച്ചോ. സാറേ, വയസ്സന്മാര് ഭരിച്ച് തോറ്റപ്പഴി അവള് രംഗത്ത് വന്നത്. അപ്പൊ പെൺബുദ്ധി എന്ന് പറ. സാറേ, പെൺബുദ്ധി പൊൻബുദ്ധി എന്നല്ലയോ? ഇപ്പൊ പെൺബുദ്ധിയല്ലേ ജയിച്ചിരിക്കുന്നത്. സാറ് വർക്കിംഗ് സ്പോട്ടിലേക്കാണോ? എന്നാ പറയാ. എന്തോ ആ എഞ്ചിൻ ഒന്നും വന്നില്ലേ? സാറ് രാവിലെ വന്നതാണല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ? ആഹാ, സാറ് രാവിലെ സൂപ്പർവിഷൻ വേണ്ടി വന്നല്ലോ, വളരെ സന്തോഷം. അപ്പൊ നമ്മൾ വിളിച്ചാലും സാറ് വരും. പിന്നെ നമ്മുടെ സാറല്ലേ, വിളിച്ച് വരാതിരിക്കാൻ പറ്റും. സാറേ, അങ്ങോട്ട് കയറി ചെന്ന് ആ സിമെന്റും മണലോ കുഴക്കുന്നത് ശരിയാണെന്ന് നോക്കിയാട്ട് ധൈര്യമായിട്ട് കയറി ചെല്ല്. മാറ് പോവാല, മാർക്കോടത്ത് ഉണ്ടാക്കാതെ. ഗോപാല, എനിക്കൊരു കാര്യം പറയണം. എന്തുവാ? ഒന്ന് ഇങ്ങോട്ട് വന്നാട്ടെ. പെട്ടെന്നുണ്ടായ കോപം കൊണ്ട് ഞാൻ പറഞ്ഞ ഗോപാലം പൊറുക്കണം. കോപം ആർക്കും വരും സാറേ, എനിക്കതിൽ പരിഭവമില്ല. എന്റെ ബില്ല് മാറി കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളെ കുറിച്ച് ഞാൻ തീർത്തു തരുമായിരുന്നു. പക്ഷെ നിങ്ങൾ പെറ്റീഷൻ കൊടുത്ത കാരണം അത് തടഞ്ഞു വെച്ചിരിക്കുക. പെറ്റീഷനോ? ഞങ്ങളാരും പെറ്റീഷൻ കൊടുത്തിട്ട്. പിന്നെ ബില്ല് മാറി കിട്ടാത്തത് അത് സാറ് പോയി അന്വേഷിക്കണം. ഏതായാലും 2 ദിവസം കൂലി തീർത്ത് കൊടുത്തില്ലെങ്കിൽ സംഗതി വഷളാകും. ഗോപാല, ഞാൻ ആകെ വിഷമത്തിലാണ്. അത് ഞാൻ എന്ത് ചെയ്യാന്? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വൈകുന്നേരം വീട്ടിലോട്ട് വരാം. അവിടെ കാണുമോ? കാണും. ഗോപാല, ഗോപാല. ആരാണ് നോക്ക? ഗോപാലിലൂടെ ഇല്ലേ? ചേട്ടൻ കഞ്ഞി കുടിക്കുക. ആ, അങ്ങനെ ഒറ്റ കുടിച്ചാലോ? അല്ല സാറോ, ഇവിടെ ഇരിക്കാനുള്ള ഞാൻ വിളിക്കുന്നതാ. ഞാനും വളരെ പാവപ്പെട്ടവനായിട്ട് ജീവിതം ആരംഭിച്ചതാ. കാലം മംഗളാവൊക്കെ ഇന്നലെ ഉണ്ടായത്.
അപ്പൊ ഈ കൂലിക്കുടിശ്ശിയ കാര്യങ്ങളൊക്കെ എങ്ങനെ തീരുമാനിച്ചു? അത് പറയാനാ ഞാൻ വന്നത്. ഒരു 25,000 രൂപയെങ്കിലും ഇല്ലാതെ പാർലമെന്റ് ഉള്ളും കൊടുക്കാൻ നിർത്തിയില്ല. ഞാൻ എൻ്റെ കാറ് വിൽക്കാൻ ഏർപ്പാട് ചെയ്തു. ഒരു 2-3 ദിവസത്തേക്ക് ക്ഷമിക്കാൻ ഗോപാലൻ തൊഴിലാളികളോടൊന്ന് പറയണം. സാറിന് അറിഞ്ഞുകൂടാ, അന്നന്ന് കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കുന്നവരാണ് തൊഴിലാളികൾ. ഇനി അവധി പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഗോപാലൻ പറഞ്ഞാൽ അവർ കേൾക്കും. ദൈവത്തെ ഓർത്ത് ഗോപാലൻ എന്നെ ഒന്ന് സഹായിക്കണം. കൺട്രാക്ട് സാറേ, കൺട്രാക്ട് സാറേ, ഇന്ന് 5 മണിക്ക് കൂലി തരാമെന്ന് പറഞ്ഞിട്ട് ആഫീസിൽ ചെന്നിട്ട് ആരെയും കണ്ടില്ല. സാറിന്റെ വണ്ടി റോഡിൽ കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾക്ക് കൂലി തരണം. ഗോപാല, നീ ഒന്ന് പറ. കോൺട്രാക്ടർ സാറ് അല്പം വിഷമത്തിലാണ്. അദ്ദേഹത്തിന്റെ ബില്ല് മാറി കിട്ടിയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് പണം കടമെടുക്കാൻ ശ്രമിച്ചു, അതും കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ക്ഷമിച്ചേ പറ്റൂ. നിങ്ങൾ എന്തിനാ ഏക്ക് വേണ്ടി അവതാ പറയുന്നത്? അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? 2 ദിവസത്തേക്ക് കൂടി ക്ഷമിക്കൂ, അദ്ദേഹം കൂലി തീർത്തു തരും. ബാവാ, എന്താ വേണ്ടത്? എന്താ വേണ്ടതെന്നോ? നിങ്ങളുടെ നേതാവ് വലിയ കൺട്രാക്ടിന് വേണ്ടി ശുപാർശ ചെയ്യുന്നത്. പോയി ഉണ്ടേടി കിടന്ന് ഉറങ്ങടാ. ഗോപാല, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതൊരു ഉപകാരമാണോ സാറേ? ഇത് 5,000 രൂപയുണ്ട്. ഗോപാലൻ ചെയ്തെന്ന ഉപകാരത്തിന് ഇത് കയ്യിരിക്കട്ടെ, ആരും അറിയണ്ട. ഈ പണം കയ്യിൽ വെച്ചോണ്ടല്ലേ നിങ്ങളുടെ കയ്യിൽ ഒരു കാശ് പോലും ഇല്ലെന്ന് പറഞ്ഞത്? അത് കൺട്രാക്ടർ സാറേ, തൊഴിലാളിയെ ഒറ്റുകൊടുക്കുന്ന ജൂഡാസാണ് ഞാൻ നിങ്ങൾ വിചാരിച്ചു. നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ മുതലാളിയും ഞാൻ തൊഴിലാളിയുമാണ്. നിങ്ങൾക്ക് പോകാം. വീട്ടിൽ പോകാം. ചേട്ടാ, സരോജിനി, ഞാൻ ഈ പണം വാങ്ങിയിരുന്നെങ്കിൽ നിന്റെ ആവശ്യം സാധിക്കുമായിരുന്നു എന്നല്ലേ നീ പറയാൻ ഭാവിച്ചത്? എനിക്ക് നിന്നേക്കാളും നമ്മുടെ കുടുംബത്തെക്കാളും വലുത് എന്റെ തൊഴിലാളി സഖാക്കളാണ്. അവർ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല, ഒരിക്കലും. ആ പണം എന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് അവൻ പറയുകയാണ് ഞാൻ തൊഴിലാളി വഞ്ചകനാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവനൊരു തലതെറിച്ചവനാണെന്ന്. ചേട്ടൻ ഇനിയും അവനെ പഠിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ അവനെ പഠിച്ചു. എന്നെ അവമാനിച്ചതിന് ഞാൻ അവനെ വെറുതെ വിടയില്ല. ഒരു പക്ഷെ നാളെ പണി മുടക്കുമായിരിക്കും. എന്നാലും കൺട്രാക്ടർ വാസുക്കുട്ടൻ പിള്ള അവന്റെ ഒപ്പം തോക്കില്ല. ചേട്ടാ, ഇവിടെ പണി മുടക്കിയാൽ കുന്നപ്പുഴ പാലത്തിന്റെ പണി ഉടനെ തുടങ്ങണം. അതിന് സിമെന്റ് കമ്പി ഇതുവരെ കിട്ടിയില്ലല്ലോ. ചേട്ടന്റെ സിമെന്റും കമ്പി തന്നെയല്ലോ ഇവിടത്തെ ഗോഡൌണിലിരിക്കുന്നത്. ലോറി കൊണ്ടൊന്ന് കയറ്റിട്ട് പോകണം. കാര്യം കൊള്ളാം, പക്ഷെ അവന്മാർ തടഞ്ഞാലോ? തടയട്ടെ, തടയണം. അപ്പോഴല്ലേ കളി മാറുന്നത്. സാറേ, അവന്മാർക്ക് കൂലിക്കുടിശ്ശികയുണ്ട്. ആ നിലയ്ക്ക് ചേട്ടാ, കണക്കുകൂട്ടൽ തെറ്റിയാൽ ഉടനെ അടവ് മാറ്റണം. യുവന്മാരുടെ മുന്നിൽ തോൽക്കുന്നത് അപമാനമാണ്. ആ ഇരപ്പാളികളുടെ മുമ്പിൽ ഈ വാസുക്കുട്ടൻ പിള്ള തോക്കാനോ? അന്ന് കാക്ക മലന്ന് പറഞ്ഞു. നീ പോയി വിസ്ക് എടുത്തിട്ട് വാ. ഓ, ഇന്നെന്താ നേരത്തെ തുടങ്ങാൻ പോവാണോ? പോയി എടുത്തിട്ട് വാടി. എന്നാ ബീഡി യോഹന്നാനെ, ഇന്നലെ കാശ് കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. കിട്ടിയാലങ്ങ് തരത്തില്ലേ? ഇന്നലെ എല്ലാരും കൂടെ കൺട്രാക്ടറെ കാണാൻ പോകുന്നുണ്ടല്ലോ. 2-3 ദിവസം കൂടി കഴിഞ്ഞാലേ കാശ് കിട്ടത്തുള്ളൂ എന്ന് ഗോപാലൻ പറഞ്ഞു. ഗോപാലൻ നിങ്ങളുടെ ആളല്ലോ, പിന്നെന്താ അവൻ അങ്ങനെ പറഞ്ഞത്? അത് തന്നെയാ ഞാനും ഇന്നലെ ചോദിച്ചത്. എടാ യോഹന്നാനെ, കൺട്രാക്ട് പതിവില്ലാതെ ഗോപാലന്റെ വീട്ടിൽ കയറി പോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾക്ക് കൂലി കിട്ടൂലെന്ന്. അയാള് പോയി ഗോപാലനോട് അവതാ പറഞ്ഞാൽ എന്തോ ചെയ്യും? കൺട്രാക്ട് ഗോപാലനോട് അവതാ പറയാനോ? പുളിക്കും. എടാ, അവൻ ഇന്നലെ കൈ നിറച്ച് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ഏർപ്പാടത്തരം പറയരുത്. ഓ, ഗോപാലൻ നിങ്ങളുടെ നേതാവല്ലോ, അവനെ പറഞ്ഞാൽ പിടിക്കൂലല്ലോ. കുറഞ്ഞത് 1000 രൂപയെങ്കിലും അവൻ അടിച്ചിരിക്കും. അവൻ രൂപ വാങ്ങിക്കുന്നത് താൻ കണ്ടോ? എന്തിനാ കാണുന്നത്? കാള വാല് വെക്കുമ്പോഴേ കാര്യം അറിഞ്ഞൂടി. ഓ, തന്റെ ഈ പരദൂഷണം നിർത്താതെ താൻ ഗുണം പിടിക്കത്തില്ലടോ. ഈ വയസ്സുകാലത്ത് ഞാനെന്തോന്ന് ഗുണം പിടിക്കാൻ? ചെറുപ്പമല്ലേ, നീയൊക്കെ അങ്ങോട്ട് പിടിച്ചോണ്ടാ മതി. കൺട്രാക്ട് ഇന്നലെ മനസ്സറിഞ്ഞ് സന്തോഷിപ്പിച്ചല്ലേ? എത്ര രൂപ തന്നു? 10,000. ഓഹോ, എന്നിട്ട് എവിടെ? 5,000 സഹോദരിക്ക് കൊടുത്തു, ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. ആ പണം മുഴുവൻ ഇങ്ങെടുക്ക്. മുഴുവൻ വേണോ? മുഴുവൻ വേണം. എന്നാ പിടിച്ചോ.
മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതി. പക്ഷേ എന്റെ ചേട്ടന്റെ മനസ്സ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. കോൺട്രാക്ടർ വച്ചു നീട്ടിയ പണം അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞവനാണ് എന്റെ ചേട്ടൻ. ഗോപാല, എന്നോട് ക്ഷമിക്കൂ. നിന്നിലെ മനുഷ്യനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കൂ. സുനന്ദേ, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ നമുക്ക് നല്ലൊരു പ്രോഗ്രാം അവതരിപ്പിക്കണം. അയ്യോ, ഞാനില്ല കസാര ഡയറുകൊള്ളെ. അതൊന്നും യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടാവില്ല. സുനന്ദ കൂടി ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് നമുക്ക് കൊണ്ടുവരാം. അയ്യോ, ഞാനില്ല. അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഓ, നിങ്ങൾ റൂംമേറ്റ്സ് ആണല്ലേ? രാധേ, അവൾ കൂടി ഉണ്ടെങ്കിൽ പരിപാടി വിജയിക്കൂ. അന്ന് കോളേജ് പരിപാടിക്ക് ഡാൻസിന്റെ ടൈപ്പ് മാറ്റേണ്ടി വന്നപ്പോൾ അവൾ എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്. പക്ഷെ നീ കുഴഞ്ഞുപോയി. മിസ്റ്റർ ഗംഗൻ, നിങ്ങൾ ഇത് അളക്കുന്നുണ്ടോ? സോറി സുനന്ദേ. ബാക്ക്, ഗോ ബാക്ക്, 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 ബാക്ക്. അല്പം കൂടി പുറകോട്ട് പോകും. ലെറ്റ് മൂ ബാക്ക്. അയ്യോ, അയ്യോ. ഒഴിച്ചു സുനന്ദേ. ഒന്നുമില്ല. നമുക്ക് ഡോക്ടറെ കാണിക്കാം. വേണ്ട, വരൂരാതെ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. കാല് നേരെ വെക്ക് സുനന്ദേ. ഈ ചൂട് വെച്ച് കഴിയുമ്പോ വേദന എല്ലാം മാറും. വേണ്ടരാതെ, വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചിറ്റമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയാം. എന്തിനാ നിസ്സാര കാര്യത്തിന് അവരെയൊക്കെ വിളിച്ചു വരുത്തുന്നത്? ചൂട് വെക്കട്ടെ. എങ്ങനെ ഇരിക്കുന്നു സുനന്ദേ? കാലിന് വേദന കുറവുണ്ടോ? മിസ്റ്റർ ഗംഗൻ സുനന്ദയെ കാണാനാ വന്നിരിക്കുന്നത്. സുനന്ദേ, ഇതാ അയോഡെക്സ് ആണ്. ഇത് പുരട്ടി ചൂട് പിടിക്കൂ. വേദന വേഗം മാറും. ഞാനാണ് സുനന്ദയെ വീഴ്ചത്. വെരി സോറി. ഞാൻ പുറകോട്ട് നോക്കാതെ പോയാണ് കുഴിയിൽ വീണത്. എങ്ങനെയായാലും ശരി, കാലുളുക്കി കിട്ടി. 2 ദിവസം കഴിയാതെ ക്ലാസ്സിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോ നോ നോ, ഷി വിൽ ബി ഓൾ റൈറ്റ് ബൈ ടുമോറോ മോർണിംഗ്. വരട്ടെ സുനന്ദേ. എന്നെ കണ്ടിട്ട് ഒരക്ഷരം മിണ്ടാതെ പോയി. എന്താ, സഹിച്ചില്ലേ? പോവാൻ പറയടി. കാര്യം പറയാനുണ്ടായിരുന്നു. 1 minute. നളിനി, പ്ലീസ്.